ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം വിഷ്ണുമായ മഹാമന്ത്രം. അത് ദ്രാവിഡ മന്ത്രങ്ങളുണ്ട്, മലയാള മാന്ത്രിക ശാഖയിൽപ്പെട്ടതുണ്ട്, താന്ത്രിക രീതിയിലുള്ളതുണ്ട്. താന്ത്രിക രീതിയിൽ വളരെ കുറവാണ്. എന്നിരുന്നാലും ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് താന്ത്രിക വിധി പ്രകാരമുള്ള വിഷ്ണുമായ ഉപാസന. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഉപാസന ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ശബരിമലയ്ക്ക് നോൽമ്പ് നോൽക്കുന്ന അതേ രീതിയിലായിരിക്കണം ഇതിൻ്റെ രീതികൾ. മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കണം. ഭഗവാന് നിവേദ്യം നിത്യം സമർപ്പിക്കുന്നതും ശുദ്ധമായിട്ടുള്ള നിവേദ്യങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ മധ്യമമായിട്ടും ചെയ്യാം. അത് നമ്മുടെ യുക്തിയാണ്. മന്ത്രം എന്നത് ഇത് താന്ത്രിക വിധി പ്രകാരമുള്ള ഒരു കർമ്മമാണ്. വിഷ്ണുമായ സ്വാമി ഒരേ സമയം രണ്ട് കർമ്മവും കൈപ്പറ്റുന്ന അതായതുകൊണ്ട് നമുക്കതിൽ വിരോധം പറയുന്നില്ല ഗുരുക്കന്മാർ. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മളെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തിരക്കായതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്, നിങ്ങൾക്ക് എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ആ വാട്സപ്പിൽ പറഞ്ഞാൽ ഞാൻ വൈകിട്ട് മറുപടി തന്നോളാം. ഇനി ചിലർ അവരുടെ വിഷയങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേരോ നാളോ വീട്ടുംപേരോ സ്ഥലപ്പേരോ ഒന്നും പറയണ്ട. നിങ്ങൾ വാട്സപ്പിൽ എൻ്റെ കാര്യങ്ങൾ ആരാണോ ഇവിടെ സങ്കടകാരകൻ അദ്ദേഹം വിളിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളാരും വിളിക്കരുത്. അവരവരുടെ ദുഃഖങ്ങൾ അറിയണം, അവരുടെ സ്ഥിതി അറിയണം, ഇപ്പോഴത്തെ അവസ്ഥ അറിയണം എന്നുള്ളത് അവരാര് തന്നെ വിളിക്കണം. വിളിച്ചിട്ട് വോയിസ് ഇട്ടാൽ മതി. എൻ്റെ കാര്യങ്ങൾ അറിയണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങളുടെ വിഷയങ്ങളോ വീട്ടുംപേരോ നാളോ ഒന്നും പറയണ്ട. അപ്പോൾ വൈകിട്ട് ഞാൻ ഫ്രീ ആവുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ മറുപടി തന്നോളാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. വിഷ്ണുമായ സ്വാമിയുടെ ഉപാസനാക്രമം. മധ്യമ പൂജയാണ് ആഗ്രഹിക്കുന്നതിൽ എന്തായാലും മദ്യം വയ്ക്കണം. അതുപോലെ തന്നെ ഇത് 41 ദിവസമാണ് ഈ ഉപാസനാക്രമങ്ങൾ ചെയ്യേണ്ടത്. അതല്ല നമുക്കൊരു ആവശ്യം പറഞ്ഞുകൊണ്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അത് 41 ദിവസം തന്നെയാണ് ചെയ്യേണ്ടത്. അവിൽ, മലരി, കൽക്കണ്ടം, മുന്തിരി, വറപൊടി, അരി വറുത്ത പൊടിച്ചത്, അതുപോലെ നെല്ല് വറുത്ത് പൊടിച്ചതും ഒക്കെ സ്വാമിക്ക് വിശേഷമാണ്. കള്ള് വയ്ക്കാം, ബ്രാൻഡൊക്കെ വയ്ക്കാം. ഇങ്ങനെയുള്ള വെച്ചിട്ട് സ്വാമിയെ പ്രീതിപ്പെടുത്തുക. നമ്മൾക്ക് മലവാര മൂർത്തികൾക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ജപിക്കലോ പ്രാർത്ഥിക്കലോ ഒന്നല്ല, അല്ലെങ്കിൽ വിളക്ക് വയ്ക്കലോ ഒന്നല്ല അവർക്ക് പ്രധാനം. അവർക്ക് പ്രധാനം പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ പോലെ അവർക്ക് നിവേദ്യങ്ങളാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ കൊടുക്കണം. അതാണ് അവർക്ക് ഏറ്റവും പ്രിയം. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഉപാസന ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ വിഷ്ണുമായ ഞൊടിപ്പുറത്ത് സ്വാമി എത്തും. ഓലപ്പുര മുതൽ ഓട്ടുപുര വരെ പൂജ കൈക്കൊണ്ടിരിക്കുന്ന പൊന്നുണ്ണി വിഷ്ണുമായുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് താന്ത്രിക പൂജ ആയതുകൊണ്ട് ഇതിന് ഋഷി ഛന്ദസ്സൊക്കെ ഉണ്ട്. ഇതിനെങ്ങനെ വെച്ചാൽ മൃഗമുദ്ര പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ 3 വിരൽ പിടിച്ചുകൊണ്ട് ശക്തി സമ്മോഹന ഋഷി ഐശ്വര്യ പദവി ഗായത്രി ചന്ദ
ശ്രീകാമരൂപിണി വിഷ്ണുമായ ദേവത. ഇങ്ങനെ ഒരു പ്രാവശ്യം ചൊല്ലിയിട്ട് ധ്യാനം നമ്മൾ 3 പ്രാവശ്യം ചൊല്ലണം. ധ്യാനം ഞാൻ പറയാം. ഓം നാസ്ത്രൽ സൗഷൗമനിവിം നിജഭുജലധയാരയന്തിം പ്രോദ്യൽ ഫാലാം ധരാളാം വികളിത ചുഗുരാം ക്രീം ക്രീഡധിം കന്ദുകേന ഹേമാംബോജിഭിരാമസ്മരാമധരമാം ക്ഷോഭമാവാദയന്തിം മായാന്തിന്ത്യമുപാസേ നിജ ചരണജൂഷാഭിഷ്ടതാം വിഷ്ണുമായാം. ഓം മന്ത്രം ചൊല്ലാം. ഓം ക്ലീം പട്ടുടുത്തു പരഞ്ജ്യോതി വിട്ടടത്ത വിളയാടുകച്ചുവാ ക്ലീം. ഇത് ആണ് മന്ത്രം. ഇത് ഹോമത്തിലേക്ക് ആണെങ്കിൽ സ്വാഹ പറയണം. ഈ മന്ത്രങ്ങളെല്ലാം ഗുരു മുഖത്ത് നിന്ന് പഠിക്കണം. അതിന് താന്ത്രിക വിധിപ്രകാരം പ്രോഷണം, തർപ്പണം, ഹവനം, അതുപോലെ അന്നദാനമൊക്കെ ചെയ്യണം എന്നാണ് വിധി. അതൊക്കെ ഗുരു ഉപദേശത്താലാണ് അതെല്ലാം ചെയ്യേണ്ടത്. തീർച്ചയായും ഈ കലിയുഗത്തിലെ നമ്മൾ സേവിക്കുന്നുണ്ടെങ്കിൽ വിഷ്ണുമായ സ്വാമിയെ സേവിക്കണം എന്ന് പറയാം. കാരണം ഭക്തൻ്റെ ശരിയും തെറ്റൊന്നും നോക്കാതെ നമ്മൾക്കൊപ്പം നമ്മുടെ കൂട്ട് നിൽക്കുന്ന ഒരു മഹാശക്തിയാണ് ശ്രീ പൊന്നുണ്ണി വിഷ്ണുമായ. പരമാവധി നമ്മൾ ഇത്തരം കാര്യങ്ങൾ തുടങ്ങി വെക്കാതിരിക്കുക. തുടങ്ങി വെച്ചാലും മുടക്കാതെ നോക്കുക. നമ്മൾ 41 ദിവസം ഒരാവശ്യം പറഞ്ഞിട്ടാണെങ്കിൽ ചെയ്യാം. അതല്ല ഉപാസന എടുക്കുന്നവരെ അങ്ങനെ ചെയ്യാം. ഉപാസന എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാരണവശാലും അത് മുടക്കാതെ കൊണ്ടുപോകണം. സ്വാമി ഒരിക്കലും പിന്നെ വിട്ടുപോവില്ല. എത്ര ആവാഹനങ്ങളും ക്രിയകളും ചെയ്താലും പോകുന്നതല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമിക്ക് നിവേദിക അർച്ചനകളൊക്കെ കഴിഞ്ഞ് നമുക്കറിയുന്ന പോലെ പഞ്ചാലങ്കാരമൊക്കെ പൂജിക്കണം. എങ്ങനെയാണോ നമുക്ക് ഭഗവാനെ, ഒരു കൊച്ചുകുട്ടിയെ എങ്ങനെ നമ്മൾ പരിപാലിക്കും അതേപോലെ സ്നേഹവും എല്ലാം കൊടുത്ത് വേണം സ്വാമിയെ പരിപാലിക്കാൻ. വെറുതെ ഒരു കളിതാമശിക്കോ ഒന്നും നമ്മൾ സ്വാമിയെ അങ്ങനെ ചെയ്തുകൂടാ. വിഷ്ണുമായ ഒരു താന്ത്രിക കർമ്മമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഒരുപാട് വിഷ്ണുമായ രീതികളുണ്ട്, ഉപാസനാ രീതികളുണ്ട്. പുറത്ത് ജപപുര കെട്ടിയിട്ട് വിഷ്ണുമായെ സേവിക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ ഒരുപാട് ക്രിയാവിശേഷങ്ങളുണ്ട് വിഷ്ണുമായെ സേവിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു താന്ത്രിക കർമ്മമാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു തരുന്നത്. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന കൊടുമഹാഭദ്രകാളി അമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു കാരണവശാലും ഉപാസന നമ്മൾ ചെയ്തു 41 ദിവസം എടുക്കുന്ന ഒരാളാണെങ്കിൽ 30 ദിവസം ആകുമ്പോഴേക്കും അവർ വിചാരിച്ച കാര്യങ്ങൾ നടന്നുവെങ്കിൽ അതൊരു കാരണവശാലും നിർത്തരുത്. ആ 41 ദിവസം തന്നെ ചെയ്ത് സ്വാമിയെ അപേക്ഷിച്ച് ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിയെ ഉദ്ദേശിച്ച് വിടണം. അതല്ല ഉപാസന നമ്മൾ നിത്യോപാസന ചെയ്യുന്ന ഒരു ഉദ്ദേശമാണെങ്കിൽ ഒരു കാരണവശാലും കറക്റ്റ് സമയമായിരിക്കണം. അത് വിട്ട് ഒരു കാരണവശാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതിരിക്കുക. 5 മിനിറ്റ് 10 മിനിറ്റ് മാറിയോണ്ട് കുഴപ്പമില്ല. സന്ധ്യയ്ക്കാണെങ്കിൽ സന്ധ്യയ്ക്ക്, ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക്, കാലത്താണെങ്കിൽ കാലത്ത്. ഇങ്ങനെ ത്രിസന്ധികളിലും ഉപാസിക്കാം. ഏറ്റവും നല്ലത് സ്വാമിയെ സേവിക്കുമ്പോൾ വൈകിട്ട് 7:30 ശേഷമാണ്. ഇത്തരം കാര്യങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം നമഃ ശിവായ.